ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഷോപ്പിംഗ് വ്ളോഗാണ്. വേറെ എങ്ങോട്ടേക്കല്ല, നമ്മൾ കരാമയുള്ള ഡേ ടു ഡേയിലാണ് പോകുന്നത്. നമുക്ക് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് സാധനങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഡേ ടു ഡേ പോയാൽ മതി. അങ്ങനെ വലിയ ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊന്നും വേണ്ട. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബെസ്റ്റ് ഓപ്ഷൻ ഡേ ടു ഡേ തന്നെയാണ്. വേറെ ഉള്ളിടത്തേക്കാളൊക്കെ ചീപ്പായിട്ട് നമുക്കത് കിട്ടും. പിന്നെ ക്വാളിറ്റി വൈസ് നോക്കുമ്പോൾ നല്ലതും ഉണ്ട് ചീത്തതും ഉണ്ട്. നമ്മൾ നോക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതൊക്കെ കിട്ടാറുണ്ട്. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് അതുപോലത്തെ 2-3 ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. ഫസ്റ്റ് വൺ വന്നിട്ട് നമുക്കൊരു സെമി സ്യൂട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ സെക്ഷനിലേക്ക് പോയപ്പോൾ അധികം കളക്ഷൻസ് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് കിട്ടിയത് അടിപൊളിയായിരുന്നു. അവന് നന്നായിട്ട് ഇഷ്ടമായി. അപ്പോൾ അവൻ ഊരല്ലേ എന്നാട്ടോ പറയണത്. അവന് വിട്ടുകൊണ്ടിരിക്കാനായിരുന്നു ഇഷ്ടം. നമുക്ക് നോക്കിയപ്പോൾ തന്നെ കിട്ടിയത് ഇതാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ കിട്ടിയതാണ് അവന് ഇഷ്ടമായത്. പിന്നെ നമ്മൾ നോക്കിയിട്ടൊന്നുമില്ല. പിന്നെ അവന് വേറെ ഡ്രസ്സ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഗേൾസിൻ്റെ സെക്ഷനിലൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ വേറെ ഒന്നും മേടിക്കാൻ തന്നിട്ടില്ല, നമുക്ക് മേടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് പോന്നിട്ട് ആക്സസറീസ് നോക്കാൻ പോവുകയാണ്. നമ്മൾ ഫസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്ന ഗോഗിൾസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ തന്നെ പല വെറൈറ്റി കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെടുത്ത പാക്കറ്റിൽ ഒരു ഗോഗിളും പിന്നെ 2 ക്യാപ്പാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളൊരു സേഫ്റ്റി ജാക്കറ്റും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവന് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ വെള്ളത്തിലൊക്കെ കളിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു സേഫ്റ്റി ജാക്കറ്റും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലത്തെ ഐറ്റാണ് എടുത്തത്. പിന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാണ്ടായിരുന്നത് അവനൊരു പൗച്ച് മേടിക്കണമായിരുന്നു, പിന്നെ ഒരു നോട്ട്ബുക്ക് മേടിക്കണമായിരുന്നു. അപ്പോൾ അതും കൂടി എടുത്തു. നമുക്ക് കൂടുതൽ കറങ്ങി നിൽക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഞാൻ മുന്നേയൊക്കെ വരുമ്പോൾ നമ്മൾ അങ്ങനെ കറങ്ങാറുണ്ട്. 2-3-4 ഫ്ലോറൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഓരോ സാധനങ്ങൾ ഓരോ സെക്ഷനിലൊക്കെ പോയി നോക്കിയാൽ നല്ല രസമാണ് കാണാൻ തന്നെ. പക്ഷേ ഏട്ടനങ്ങനെ വലിയ താല്പര്യമില്ല. അതിന് ചുമ്മാ കണ്ടുകൊണ്ടിരിക്കാൻ, ആവശ്യമുള്ള സാധനങ്ങൾ മേടിച്ചിട്ട് വരാമെന്ന് മാത്രമേ ഉള്ളൂ. വെറുതെ ടൈം പോകട്ടോ. നമ്മൾ കുറേ സമയം അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ നമ്മുടെ ടൈം പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ പർച്ചേസിങ് കഴിഞ്ഞ് ഇനി നമ്മൾ ബില്ലിംഗ് സെക്ഷനിലേക്ക് പോവുകയാണ്. അവിടെ ഒരു എക്സ്പ്രസ് കൗണ്ടർ എന്ന് പറഞ്ഞിട്ട് സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ 1 to 5 ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ബില്ല് ചെയ്യാവുന്നതാണ്. ക്യൂലൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പുറത്തൊക്കെ വലിയ ക്യൂ ആയിരിക്കും. നമ്മൾ കുഞ്ഞ് ഐറ്റംസ് ഒക്കെ ഉള്ളൂന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്ക് പെട്ടെന്ന് ചെയ്ത് തരുന്നതാണ് അവർ. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ മോനൊരു ജ്യൂസ് മേടിച്ചിട്ട് അവൻ്റെ ഡ്രസ്സിൽ മൊത്തം അതായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളത് വാഷ് ചെയ്തിട്ട് വേറെ ആ ഡ്രസ്സ് തന്നെ നമ്മളതിൽ വേറെ ഡ്രസ്സൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ആ സ്വിമ്മിങ് സൂട്ട് തന്നെ എടുത്തിട്ടാണ് അവന് പോയിട്ടുണ്ടായിരുന്നത് ഫുഡ് കഴിക്കാൻ. നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നത് കരാമ പാർക്കിൻ്റെ അടുത്തുള്ള ഡെലീഷ്യസ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലായിരുന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ. ഗീ റൈസും ചിക്കൻ കറിയും മോനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൻ തന്നെ കേട്ടോ അവൻ്റെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് പോവുകയാണ്. തിരിച്ച് പോകുമ്പോൾ ഭയങ്കര ട്രാഫിക്കായിരുന്നു. നമ്മൾ ഈ വീക്കെൻഡിലൊക്കെ കരാമ പോവുകയാണെങ്കിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെ ഉണ്ടാവാറുള്ളത്. ഭയങ്കര ട്രാഫിക്കായിരിക്കും, വരുമ്പോഴും പോകുമ്പോഴൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ നമ്മൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. സ്യൂട്ടൊക്കെ ഇട്ടിട്ട് അവന് നന്നായിട്ട് ഇഷ്ടമായി. അവന് വെള്ളത്തിൽ കളിക്കാൻ നല്ല കംഫർട്ടായിരുന്നു. ജാക്കറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു മുഷ്രി പാർക്കിലുള്ള സ്വിമ്മിംഗ് പൂളിലായിരുന്നു. അപ്പോൾ വെള്ളത്തിലൊക്കെ കളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു. പിള്ളേർക്ക് ഭയങ്കരമായിട്ട് കളിക്കാനുള്ള കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ റൈഡാൾ പോലത്തെ ഒക്കെ ഉണ്ടായിരുന്നു, സിപ്പ് ലൈൻ പോലത്തെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവൻ കയറിയിട്ടുണ്ടായിരുന്നു. അവൻ നന്നായിട്ട് ഇഷ്ടമായി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.